2018 ഇറങ്ങിയ ഒരു യുക്രൈനിയൻ സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് ദി ബോബോട്ട്. വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു അന്യഗ്രഹ ജീവി സമൂഹം ഭൂമിയെ കീഴടക്കാൻ വരുന്നതും അപ്പോൾ മറ്റൊരു അന്യഗ്രഹ ജീവി സമൂഹം മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് സപ്പോർട്ടും ചെയ്യണം. ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസോടുകൂടെയാണ് സിനിമ തുടങ്ങുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ജീവനുണ്ടായി. പല കോടി വർഷക്കാലത്തിന്റെ ഇവല്യൂഷന് ശേഷം മനുഷ്യൻ ഭൂമിയിൽ ഉടലെടുത്തു. കാലക്രമേണ മനുഷ്യൻ ഭൂമിയെ മുഴുവൻ കീഴടക്കി. ഇപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കി മറ്റ് ലോകങ്ങളെ കീഴടക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുകയാണ്. പക്ഷെ ഇത്രയും കാലവും മനുഷ്യരെന്നത് മറ്റൊരു വിഭാഗത്തിന്റെ വെറും കളിപ്പാട്ടം മാത്രമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴിതാ അവർ ഭൂമിയെ കീഴടക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വോയിസിന് ശേഷം അടുത്ത രംഗത്തിൽ ഒരു പെൺകുട്ടി രണ്ട് പോലീസുകാരുടെ പക്കൽ നിന്നും ലൈറ്റ് പോലെ മിന്നുന്ന എന്തോ ഒരു സാധനം വാങ്ങുകയാണ്. ഞാൻ തേടി നടക്കുന്നത് ഇതല്ല, എന്നിരുന്നാലും ഇതും എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ അവർക്ക് കാശ് കൊടുത്തു. ശേഷം അടുത്തൊരു കാടിന്റെ രംഗമാണ് കാണിക്കുന്നത്. അവിടെ 5-6 കുട്ടികൾ ആറ്റിൽ ചാടി കുളിക്കാൻ വന്നിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ സിനിമയുടെ പ്രധാന കഥാപാത്രമായ ജോണുമുണ്ട്. ഇവരൊക്കെ അടുത്തൊരു ക്യാമ്പിലുള്ള കുട്ടികളാണ്. ക്യാമ്പിലെ ടീച്ചേഴ്സ് ഒന്നും കാണാതെ വല്ലപ്പോഴുമൊക്കെ ഇവരിങ്ങനെ രാത്രി സഞ്ചാരത്തിന് ഇറങ്ങാറുണ്ട്. ബാക്കി എല്ലാവരും ഉയരത്തിൽ നിന്നും ആറ്റിലേക്ക് ചാടി. പക്ഷേ ജോണിന് ഉയരം ഭയങ്കര പേടിയാണ്. നീ വെറും ഒരു പേടിത്തൊണ്ടൻ തന്നെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അവനെ കളിയാക്കി. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഇന്ന് രാവിലെ എന്നെ ഒരു ചിലന്തി കടിച്ചു. ചിലന്തികൾക്ക് ഉയരം ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഉയരം പേടിയായിട്ട് തോന്നണേ. ചിലന്തി അടിച്ച എഫക്റ്റ് ഒക്കെ മാറുമ്പോൾ ഈ പേടിയൊന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് ജോൺ തടി തപ്പാൻ നോക്കി. പക്ഷേ ചിലന്തികൾക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവരെപ്പോഴും വല കെട്ടി ഏറിൽ നിൽക്കുന്നേ? പേടിച്ചിട്ട് അവരെപ്പോഴും തറയിലൂടെയല്ലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരുത്തൻ വീണ്ടും ജോണിനെ കളിയാക്കി. അങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത ശേഷം അവർ തിരികെ ക്യാമ്പിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു കുന്നിന് മുകളിൽ ഒരാളെ കണ്ടു. അയാളുടെ പക്കൽ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അയാൾ ആ ട്രാൻസ്ഫോമറിനെ വെച്ച് മിന്നലിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അയാളാണെന്ന് ഒരുത്തൻ പറഞ്ഞു. അതെന്തിനാണെന്ന് വേറൊരുത്തൻ ചോദിച്ചു. മിന്നലിന് അനന്തമായ ഊർജ്ജമുണ്ട്. അതുപയോഗിച്ച് ഒരിക്കലും ചാർജ് തീരാത്ത ബാറ്ററി ഉണ്ടാക്കാൻ കഴിയും. ചിലപ്പോൾ അതിലൂടെ അമാനുഷിക ശക്തികളും കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ മിന്നലിനെ പിടിക്കാൻ നിൽക്കുന്നത്. അയാൾ ഒരു സൈക്കോ ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്നൊക്കെ ജോൺ പറഞ്ഞു കൊടുത്തു. കൂടുതൽ നേരം നിന്ന് സമയം കളയാതെ അവര് പിന്നെ നേരെ ക്യാമ്പിലേക്ക് പോയി. അടുത്ത ദിവസം ക്യാമ്പിൽ വോളിബോൾ മത്സരമുണ്ടായിരുന്നു. 2 ടീംസ് ഉണ്ട്. തോമസ് ആണ് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, മറ്റേ ടീമിന്റേത് ഹെൻറിയും. ജോണിന്റെ ഫ്രണ്ട്സ് എല്ലാം ഹെൻറിയുടെ ടീമിലാണ്. ജോൺ മാച്ചിന്റെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. പക്ഷേ മാച്ചിന്റെ ഫോട്ടോസിനേക്കാൾ കൂടുതൽ അവന്റെ ക്രഷിന്റെ ഫോട്ടോസ് ആണ് അവൻ എടുക്കുന്നത്. ആദ്യം ഹെൻറിയുടെ ടീം ആയിരുന്നു മുന്നിൽ. എന്നാൽ അവസാനമായപ്പോൾ തോമസിന്റെ ടീം മുന്നിൽ വരാൻ തുടങ്ങി. സംഭവം റെഫറി ആയിട്ടിരിക്കുന്ന പെണ്ണുപിള്ള തോമസിന്റെ ആളാണ്. ഹെൻറിയുടെ പിള്ളേരടിക്കുന്ന ബോൾ അകത്ത് വീണാലും അത് പുറത്താണ് വീണതെന്നും പറഞ്ഞ് തോമസിന്റെ ടീമിന് പോയിന്റ് കൊടുക്കും. അങ്ങനെ കള്ളക്കളിയിലൂടെയാണ് തോമസിന്റെ ടീം പോയിന്റ് നേടുന്നത്. കുറെ നേരമായപ്പോൾ ഹെൻറിക്ക് ദേഷ്യം വന്നു. അടുത്ത തവണ അവർ ഉടായിപ്പ് കാണിച്ചപ്പോൾ പന്ത് വരയ്ക്കുള്ളിൽ വീഴുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടുവെന്ന് ഹെൻറി പറഞ്ഞു. പക്ഷേ നീ കണ്ടാൽ പോരല്ലോ, റെഫറി അല്ലേ അത് പറയേണ്ടതെന്ന് തോമസ് പറഞ്ഞു. റെഫറി തോമസിന്റെ ആളാണെന്ന് ഹെൻറിക്ക് അറിയാം, അതുകൊണ്ട് പിന്നെ അവനൊന്നും മിണ്ടിയില്ല. എന്നാൽ പന്ത് വരയ്ക്കുള്ളിൽ തട്ടുന്ന ഫോട്ടോസ് ഞാൻ എടുത്തുവെന്ന് ജോൺ പറഞ്ഞു. ഹെൻറിക്കും ടീമിനും അത് കേട്ടപ്പോൾ സന്തോഷമായി. ഇന്ന് നിന്റെയൊക്കെ ഉടായിപ്പ് അവസാനിപ്പിച്ച് എരടാ എന്നും പറഞ്ഞ് ഹെൻറി ഫോട്ടോസ് നോക്കാൻ പോയി. പക്ഷെ ആ സമയത്തിൽ അബദ്ധത്തിൽ കാല് തന്നെ ജോൺ നിലത്ത് വീണു. അപ്പോൾ ക്യാമറയും നിലത്ത് വീണ് പൊട്ടിപ്പോയി. അങ്ങനെ തെളിവെല്ലാം ഇല്ലാതായി. അതുകൊണ്ട് തോമസിന്റെ ടീം തന്നെ കപ്പ് നേടി. തെളിവ് കൊണ്ട് കളഞ്ഞ നീ വെറും ഒരു മണ്ടൻ തന്നെന്ന് പറഞ്ഞ് എല്ലാ ഫ്രണ്ട്സും ജോണിനെ കുറ്റപ്പെടുത്തി. അവന്റെ ക്രഷും അവനെ കളിയാക്കി. പക്ഷേ വിൻസെന്റ് മാത്രം അവനെ ഒന്നും പറഞ്ഞില്ല. വിൻസെന്റ് ആണ് ജോണിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ വന്ന് ജോണുമായിട്ട് സംസാരിച്ചു. കുറെ നേരം സംസാരിച്ചിട്ട് ആ കപ്പ് ശരിക്കും നമുക്ക് സ്വന്തമാണ്, അത് ഞാൻ അടിച്ചു മാറ്റുമെന്ന് ജോൺ പറഞ്ഞു. എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ ക്യാമ്പ് മൊത്തം ഒന്ന് നിരീക്ഷിച്ചു. തോമസിന്റെ ക്യാബിനിൽ എവിടെയാണ് കപ്പ് വെച്ചിരിക്കുന്നതെന്നും എങ്ങനെ ഉള്ളിലേക്ക് കയറാമെന്നുമൊക്കെ അവര് പദ്ധതിയിട്ടു. ക്യാബിന്റെ ജനാലയ്ക്ക് അരികിലാണ് കപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കപ്പ് അടിച്ചു മാറ്റാമെന്ന് ജോൺ പറഞ്ഞു. പക്ഷേ രാത്രി ആയപ്പോഴേക്കും പേടി കാരണം കപ്പ് അടിച്ചു മാറ്റുന്നതിൽ നിന്നും ജോണിന്റെ മനസ്സ് മാറി. അതിന് പകരം ക്യാമ്പ് വിട്ട് ബസ് കയറി നേരെ അവന്റെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ അവൻ പോകാൻ ഇറങ്ങുന്നതിനിടയിൽ അവിടെ വിൻസെന്റ് കയറി വന്നു. അപ്പോൾ കപ്പെടുക്കാൻ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് ജോൺ പറഞ്ഞു. ശേഷം വിൻസെന്റിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ ക്യാമ്പിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് അവൻ പോയത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ അവൻ ബസ്സിൽ കയറി ഇരുന്നപ്പോഴാണ് വിൻസെന്റ് അതുവഴി പോകുന്നത് കണ്ടത്. ഇവനിതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ജോണും ബസ്സിൽ നിന്നും ഇറങ്ങി അവന്റെ പുറകെ പോയി. എന്നിട്ട് നീ ഇതെവിടെ പോകുന്നടാ എന്ന് വിൻസെന്റിനോട് ചോദിച്ചു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ എന്ന് കരുതി വന്നതാണെന്ന് വിൻസെന്റ് പറഞ്ഞു. അങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ബസ് പോവുകയും ചെയ്തു.
അപ്പോൾ പിന്നെ നനഞ്ഞതേ നനഞ്ഞു. ഇനി എന്തായാലും കുളിച്ചു കയറാമെന്ന് കരുതി അവൻ കപ്പ് അടിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ജോൺ ആണ് ഉള്ളിലേക്ക് പോയത്. ആരെങ്കിലും വന്നാൽ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി വിൻസെന്റ് പുറത്തു നിന്നു. ജോൺ എളുപ്പത്തിൽ ചെന്ന് ജനാലയ്ക്ക് അരികിലിരുന്ന കപ്പ് എടുത്തു. പക്ഷെ അവിടെ ഇരുന്നത് ഏതോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ കപ്പാണ്. ഇന്നത്തെ വോളിബോൾ കപ്പ് അകത്തെ അലമാരയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി അവൻ അകത്തു കയറാൻ തുടങ്ങിയതും അവിടെ തോമസ് വന്നു. അയാൾ ജോണിനെ കാണുകയും ചെയ്തു. പെട്ടെന്ന് കയ്യിൽ കെട്ടിയ റെസ്ലിംഗ് കപ്പും കൊണ്ട് ജോൺ അവിടെ നിന്ന് ഓടി. പക്ഷേ വന്ന വഴിയിലൂടെ അവന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏതോ കാട്ടിലൂടെയാണ് അവൻ ഓടുന്നത്. എന്നാൽ ഓടുന്നതിനിടയിൽ ചെന്ന് പെട്ടത് നേരത്തെ കുന്നിന് മുകളിൽ കണ്ട സൈക്കോയുടെ മുന്നിലാണ്. ഈ സമയവും സംഭവിച്ചതൊന്നും അറിയാതെ വിൻസെന്റ് ജോണിനെയും കാത്തു നിൽക്കുകയായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയും നനഞ്ഞുകൊണ്ടാണ് പാവം അവിടെ നിൽക്കുന്നത്. ജോണിനെ തപ്പുന്നതിനിടയിൽ തോമസ് അവനെ കണ്ടു. നിന്ന് മഴ നനയാതെ അകത്ത് നിന്നിരിക്കട എന്ന് പറഞ്ഞ് തോമസ് അവനെ അകത്ത് കൊണ്ടുപോയി. ഈ സമയം സൈക്കോ ജോണിനെ പിടികൂടി. സൈക്കോയുടെ കൂടെ ട്രാൻസ്ഫോമറിന്റെ രൂപമുള്ള ഒരു റോബോട്ട് ഉണ്ട്. ആദം എന്നാണ് ആ റോബോട്ടിന്റെ പേര്. അപ്പോൾ മുൻപ് കണ്ടിട്ടുള്ളത് വെറും ട്രാൻസ്ഫോമർ അല്ല, അത് ശരിക്കും ഒരു റോബോട്ട് ആയിരുന്നു എന്ന കാര്യം അപ്പോഴാണ് ജോൺ തിരിച്ചറിഞ്ഞത്. ആദമിന്റെ കയ്യിൽ ജോണിന്റെ കാലിനെ കെട്ടിയിരിക്കുകയായിരുന്നു. അവരിങ്ങോട്ടോ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു കാക്ക ഇഹലോകവാസം വെടിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഉടനെ റോബോട്ട് അതിന്റെ ശക്തികൾ ഉപയോഗിച്ച് കാക്കയെ ജീവൻ വെപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് കാലിലെ കെട്ടഴിക്കാൻ ജോൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. ഇവിടെ ക്യാമ്പിൽ ജോൺ മിസ്സിംഗ് ആയ വിവരം അവർ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് വന്ന് അവരെ ചോദ്യം ചെയ്യുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന വിവരങ്ങളെല്ലാം വിൻസെന്റ് പറഞ്ഞുകൊടുത്തു. കാര്യങ്ങൾ പറയുന്നതിനിടയിൽ കുന്നിന് മുകളിൽ ഒരു സൈക്കോ ഉള്ള കാര്യവും സൈക്കോയുടെ പക്കൽ ഒരു ട്രാൻസ്ഫോമർ ഉള്ള വിവരവും അവൻ പറഞ്ഞുകൊടുത്തു. അത്രയും നേരവും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന പോലീസുകാരന് ട്രാൻസ്ഫോമറിന്റെ കാര്യം കേട്ടതും പെട്ടെന്ന് ഇൻട്രസ്റ്റ് വന്നു. ആ ട്രാൻസ്ഫോമർ ഉള്ള കുന്ന് എവിടെയാണെന്ന് അവൻ വിൻസെന്റിനോട് ചോദിച്ച് മനസ്സിലാക്കി. ശേഷം പോലീസ് അവിടെ നിന്നും ഇറങ്ങി. പോലീസ് പോയ ശേഷം ഇവരെ നമ്പി ഇരുന്നിട്ട് കാര്യമില്ല. ജോണിനെ കണ്ടെത്താൻ നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങിയേ പറ്റൂ എന്ന് ഹെൻറി പറഞ്ഞു. പക്ഷെ അവൻ നിന്റെ കീഴിലുള്ള കുട്ടിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ എന്ന് തോമസ് പറഞ്ഞു. എന്നാൽ അവന്റെ മേൽ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അവനെ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ജയിലിലാകുമെന്ന് ഹെൻറി പറഞ്ഞപ്പോൾ തോമസിന് ടെൻഷനായി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജോണിനെ തേടിയിറങ്ങി. ഒപ്പം സൈക്കോയുടെ ക്യാമ്പ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ വിൻസെന്റിനെയും കൂടെ കൂട്ടി. ഇവിടെ ജോണിനെ ഇപ്പോഴും സൈക്കോ കെട്ടിയിട്ടിരിക്കുകയാണ്. രാത്രി ആയതിനാൽ കുറെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇന്നിവിടെ തങ്ങാമെന്ന് സൈക്കോ തീരുമാനിച്ചു. എനിക്ക് വിശക്കുന്നുവെന്ന് ജോൺ പറഞ്ഞപ്പോൾ സൈക്കോ അവന് ആഹാരം കൊടുത്തു. ഈ റോബോട്ട് എന്താണെന്ന് ജോൺ ചോദിച്ചു. ഇതൊരു തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള റോബോട്ടാണ്. ആദം എന്നാണ് ഇതിന്റെ പേര്. എനർജിയാണ് ഇതിനെ നിർമ്മിച്ചത് എന്നൊക്കെ സൈക്കോ പറഞ്ഞു കൊടുത്തു. ശേഷം എന്തിനാണ് എന്നെ പിടിച്ചോണ്ട് വന്നതെന്ന് ജോൺ ചോദിച്ചപ്പോൾ ഇനിയും 2 ദിവസങ്ങൾക്കുള്ളിൽ സൂര്യനിൽ നിന്നും വലിയൊരു ഊർജ്ജ പ്രവാഹമുണ്ടാകും. അത് വന്ന് ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയിൽ ഒരു വലിയ സർവനാശമുണ്ടാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഭൂമിക്ക് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്. പക്ഷേ ട്രാഷ്മെൻ എന്ന ഒരു സംഘം പേര് ഇപ്പോൾ ആ ഷീൽഡിനെ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. ഷീൽഡ് നമ്മൾ ഓൺ ചെയ്യണം. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നീയാണ് അതിന് ഞങ്ങളെ സഹായിക്കാൻ പോകുന്നത്. കാരണം ട്രോഫിയുമായിട്ട് ഓടി വരുന്ന ചുരുണ്ട തലമുടിയുള്ള ഒരു പയ്യൻ ഞങ്ങളെ സഹായിക്കുമെന്ന് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പക്കൽ അധികം സമയമില്ല. വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ സൂര്യന്റെ ഊർജ്ജ പ്രവാഹം ഭൂമിയിലെത്തും എന്നൊക്കെ സൈക്കോ അവന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ ഉറങ്ങാൻ കിടന്നു. ഇതൊക്കെ കേട്ടിട്ടും ഒരുപക്ഷെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. ബട്ട് പേടിക്കണ്ട, അതിനല്ലേ ഞാനുള്ളേ. സംഭവം മനുഷ്യർക്ക് പുറമെ ശരിക്കും ഭൂമിയിൽ 2 ഏലിയൻ സമൂഹങ്ങളുമുണ്ട്, എനർജിയും ട്രാഷ്മെനും. ഈ 2 ഏലിയൻ സമൂഹങ്ങളും മനുഷ്യരെക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയവരാണ്. എനർജി എന്നത് പണ്ടേ തന്നെ ഭൂമിയിലുള്ള ഏലിയൻ സമൂഹമായിരുന്നു. അവരെത്ര കാലങ്ങൾ തൊട്ട് ഭൂമിയിൽ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. ഭൂമിയിൽ ആദ്യ ജീവൻ ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ എനർജി ഇവിടെ എത്തിയിട്ടുണ്ടെന്നായിരുന്നു ചിലർ പറയുന്നത്. പക്ഷെ എനർജി ഏലിയൻസിനെ ഇതുവരെ മനുഷ്യരാരും കണ്ടിട്ടില്ല. ഈ സിനിമയിൽ അവരെ കാണിക്കുന്നുമില്ല. സൈക്കോയെ പോലെ വളരെ അപൂർവം ചിലർക്ക് മാത്രമേ എനർജിയെ കുറിച്ച് അറിയാവൂ. പക്ഷെ അവരും എനർജി ഏലിയൻസിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്നതായ എല്ലാതരം ആപത്തുകളിൽ നിന്നും കാലാകാലങ്ങളായിട്ട് ലോകത്തിനെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എനർജിയാണ്. അവരാണ് മനുഷ്യരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആദമിനെ നിർമ്മിച്ചത്. ആദമിനെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് റോബോട്ട്സിനെ നിർമ്മിച്ചിട്ടുണ്ട്. ബോബോട്ട്സ് എന്നാണ് ഈ റോബോട്ട്സിനെ അവർ പറയുന്നത്. എനർജിയാണ് റോബോട്ട്സിനെ കൊണ്ട് ഭൂമിക്ക് ചുറ്റും ഷീൽഡ് ഉണ്ടാക്കിപ്പിച്ചത്. ഈ റോബോട്ട്സിന്റെ എല്ലാം ഹൃദയഭാഗങ്ങളിൽ എനർജി കോർ എന്നൊരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അതിൽ വൻ തോതിലുള്ള ഊർജ്ജം ഉണ്ടായിരിക്കും. മറ്റ് റോബോട്ട്സിന്റെ എല്ലാം എനർജി കോറിന് മഞ്ഞ നിറമാണ്. എന്നാൽ ആദമിന്റെ എനർജി കോർ നീലയാണ്. കാരണം അൺലിമിറ്റഡ് ആയ ഊർജ്ജമുള്ളവയാണ് നീല എനർജി കോർസ്. വളരെ അപൂർവം ചില റോബോട്ട്സിന് മാത്രമേ അതുള്ളൂ. മറ്റൊരു കാര്യം, എനർജി ഏലിയൻസിന് ഭാവി കാണാൻ കഴിയും. ഒരിക്കൽ ഒരു ചുരുണ്ട മുടിയുള്ള പയ്യൻ നിങ്ങളുടെ സഹായത്തിന് ഒരു ട്രോഫിയും കൊണ്ടുവരുമെന്ന് എനർജി ഏലിയൻസ് ആയിരുന്നു പണ്ട് പുസ്തകത്തിൽ എഴുതിയത്. ഇനി ട്രാഷ്മെനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഭൂമിയിൽ പുതുതായിട്ട് വന്ന ഏലിയൻസ് ആണ് ട്രാഷ്മെൻ. അവർക്ക് ഷേപ്പ് ഷിഫ്റ്റിംഗ് ശക്തിയൊക്കെയുണ്ട്, അതായത് രൂപം മാറാൻ കഴിയും. ഇവരെ കുറിച്ചും വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അറിയാവൂ. ഇവര് മനുഷ്യരെ നശിപ്പിച്ച് ഭൂമി കീഴടക്കാൻ വന്നവരാണ്.
കീഴടക്കാൻ എന്ന് വെച്ചാൽ ഭൂമിയെ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി വന്നത്. പക്ഷേ മനുഷ്യർ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്കത്ര എളുപ്പത്തിൽ ഭൂമിയെ സ്വന്തമാക്കാൻ കഴിയില്ല. എന്തെന്നാൽ മനുഷ്യരുടെ പക്കലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളുണ്ട്. അതുകൊണ്ടാണ് അവർ മനുഷ്യരുമായിട്ട് ഇപ്പോൾ യുദ്ധം ചെയ്യാത്തത്. അതിന് പകരം ഭൂമിക്ക് ചുറ്റുമുള്ള എനർജിയുടെ ഷീൽഡ് അങ്ങ് തകർത്താൽ ഇനിയും 2 ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന സൂര്യന്റെ ഊർജ്ജ പ്രവാഹത്തിൽ നിന്നും പിന്നെ ഭൂമിക്ക് സംരക്ഷണം ഉണ്ടായിരിക്കില്ല. അങ്ങനെ അത് വന്ന് ഭൂമിയിൽ പതിക്കുമ്പോൾ അത് കാരണം ഭൂമിയിലെ എല്ലാ ടെക്നോളജികളും നശിക്കും. ടെക്നോളജികൾ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പണ്ടത്തെ ഗുഹാ മനുഷ്യർക്ക് തുല്യമാണ്. അങ്ങനെ ഗുഹാ മനുഷ്യരായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ട്രാഷ്മെന്റ് മനുഷ്യരെ ഒന്നടങ്കം നശിപ്പിക്കാനും അങ്ങനെ ഭൂമിയെ അവർക്ക് സ്വന്തമാക്കാനും കഴിയും. ഭൂമിയിൽ മനുഷ്യർക്ക് പുറമെ എനർജി ഉണ്ടെന്ന കാര്യവും റോബോട്ട്സിന്റെ കാര്യവും റോബോട്ട്സിന്റെ എനർജി കോഴ്സിനെ കുറിച്ചും അങ്ങനെ എല്ലാം തന്നെ അവർക്കറിയാം. പക്ഷെ എനർജി എവിടെയാണെന്ന് മാത്രം അവർക്കും അറിയില്ല. അവർ സ്ഥിരമായിട്ട് റോബോട്ടുകളെ വേട്ടയാടി പിടിക്കുകയും എനർജി കോറുകൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ലവരാണെന്ന രീതിയിൽ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കുറെ മനുഷ്യരെ ട്രാഷ്മെൻ അവരുടെ പക്കലാക്കിയിട്ടുണ്ട്. അവരെ ഉപയോഗിച്ചാണ് റോബോട്ട്സിനെ പിടിക്കുന്നത്. ട്രാഷ്മെൻ ഏലിയൻസിനെ അതിജീവിക്കാൻ ഒരുപാട് ഊർജ്ജം ആവശ്യമാണ്. അതുകൊണ്ടാണ് എനർജി കോഴ്സ് എടുക്കാൻ വേണ്ടി അവർ റോബോട്ട്സിനെയൊക്കെ വേട്ടയാടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ബാക്കി സ്റ്റോറിയിലേക്ക് വരാം. ഹെൻറിയും തോമസും കൂടി കുന്നിന് മുകളിലുള്ള സൈക്കോയുടെ ക്യാമ്പിൽ ചെന്ന് പരിശോധിച്ചു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവർക്ക് പുറമെ നേരത്തെ കണ്ട പോലീസും ജോണിനെ തിരക്കി നടക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ജോൺ ഉണർന്നപ്പോൾ സൈക്കോ നല്ല ഉറക്കത്തിലാണ്. ആഡമിനെ ആണെങ്കിൽ കാണുന്നുമില്ല. അങ്ങനെ ആ തക്കം നോക്കി അവൻ കാലിലെ കെട്ടുമഴിച്ച് ട്രോഫിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഓടി പുറത്തേക്ക് വന്നതും അകലെ നിന്നും ഒരു ട്രക്ക് വരുന്നത് കണ്ടു. ആ ട്രക്കിൽ കയറി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ അത് വളരെ വേഗത്തിൽ ജോണിന് നേരെ വന്നു. അവനെ ഇടിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നതെന്ന് അവന് മനസ്സിലായി. ജോൺ അവിടെ നിന്ന് മോടാൻ ശ്രമിച്ചു. പക്ഷെ ഇടയ്ക്ക് കാല് തന്നെ വീണു. അവസാനം ട്രക്ക് ജോണിന്റെ തൊട്ടടുത്തെത്തിയതും പെട്ടെന്ന് ആദം വന്ന് ട്രക്കിനെ മുഴുവൻ തകർത്തു കളഞ്ഞു. സിനിമയുടെ തുടക്കത്തിൽ കണ്ട പെൺകുട്ടിയായിരുന്നു ആ ട്രക്ക് ഓടിച്ചത്. ഇവളെ നമുക്ക് മീന എന്ന് വിളിക്കാം. മീനയ്ക്ക് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അവൾ ശരിക്കും ട്രാഷ്മെന്റെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളാണ്. നീല എനർജി കോർ കളക്ട് ചെയ്യുന്നതാണ് അവളുടെ പ്രധാന ജോലി. അതാണ് സിനിമയുടെ തുടക്കത്തിൽ ഞാൻ തേടി വന്നത് ഇതല്ലെന്ന് അവൾ പറഞ്ഞത്. ആഡമിനെ കണ്ടപ്പോൾ അവന്റെ എനർജി കോർ എടുക്കാനാണ് അവൾ വന്നത്, അല്ലാതെ ജോണിനെ കൊല്ലാനല്ല. നേരത്തെ കണ്ട പോലീസുകാരനും ട്രാഷ്മെന്റെ ആളാണ്. എനർജി കോഴ്സ് കണ്ടെത്തി തരാൻ ട്രാഷ്മെൻ ഈ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ വിൻസെന്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ജോണിനെ കണ്ടുപിടിക്കാൻ പോലീസിന് താല്പര്യം വന്നത്. എന്തായാലും ട്രക്ക് തകരുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ സൈക്കോ ഉണർന്നു. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകാമെന്ന് അയാൾ വന്ന് ജോണിനോട് പറഞ്ഞു. പരിക്കു പറ്റിയ മീനയും കൂടെ സഹായിക്കണമെന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ അവളെയും കൊണ്ട് അവരവിടെ നിന്നും പോയി. പോകുന്ന വഴിയിൽ ജോൺ മീനയുമായിട്ട് സംസാരിച്ചു. എനർജി എന്നത് ദുഷ്ടശക്തികളാണ്. അവര് മനുഷ്യരെയൊക്കെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. പതിയെ പതിയെ അവര് ഭൂമിയിൽ നിന്നും ഊർജം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ആവശ്യത്തിനുള്ള ഊർജമാകുമ്പോൾ ശേഖരിച്ച മുഴുവൻ ഊർജവും അവർ പുറത്തുവിടും. അങ്ങനെ ഭൂമിയിൽ ഒരു മഹാവിസ്ഫോടനമുണ്ടാകും. ആ വിസ്ഫോടനത്തിൽ ലോകം മുഴുവൻ നശിച്ചു പോകും എന്നൊക്കെയാണ് മീന പറയുന്നത്. അതായത് ഇതൊക്കെ ട്രാഷ്മെൻ പറഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ട്രാഷ്മെൻ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ പക്കലാക്കുന്നത്. പക്ഷേ ജോൺ അതൊന്നും വിശ്വസിച്ചില്ല. കാരണം പക്ഷികൾക്ക് ജീവൻ കൊടുക്കുന്നതും വൈദ്യുതി ഇല്ലാത്ത ഒരു ചെറിയ ടൗണിന് മുഴുവൻ വൈദ്യുതി കൊടുക്കുന്നതും ആൾക്കാരെ സഹായിക്കുന്നതും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആഡം ചെയ്യുന്നത് ജോൺ കണ്ടിട്ടുണ്ട്. കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഗബ്രിയേലിന്റെ പക്കലെത്തി. സൈക്കോയുടെ ഒരു ഫ്രണ്ടാണ് ഗബ്രിയേൽ. അയാൾ പണ്ടൊരു ഡോക്ടർ ആയിരുന്നു. മീനയുടെ മുറിവുകൾ അയാൾ പരിശോധിച്ചു. അവളുടെ കാലിന് ചെറിയ ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്. അയാൾ അത് മരുന്ന് വെച്ച് കെട്ടി. ഈ സമയം ഹെൻറിയും തോമസും കൂടെ വിൻസെന്റിനെ കൊണ്ട് ക്യാമ്പിലാക്കിയിട്ട് ഒരു കാറും എടുത്തുകൊണ്ട് ജോണിനെ തേടിയിറങ്ങി. ജോണിന്റെ ഫോണിനെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് അവർ ജോണിനെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവർ കണ്ടെയ്നേഴ്സിലുള്ള സ്ഥലത്തെത്തിയപ്പോഴേക്കും ജോൺ അവിടെ നിന്നും പോയിരുന്നു. പോലീസ് ആണെങ്കിൽ സൈക്കോയെ തേടി ഗബ്രിയേലിന്റെ വീട്ടിലെത്തി. ഇവിടെ റോബോട്ടും ട്രാൻസ്ഫോമറും ജോണും ഒന്നുമില്ല എന്ന് ഗബ്രിയേൽ പറഞ്ഞെങ്കിലും അവൻ കള്ളം പറയുകയാണെന്ന് പോലീസിന് സംശയം തോന്നി. അവരുടനെ ട്രാഷ്മെനെ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞതും അവിടെ 2 ട്രാഷ്മെൻ എത്തി. ഒപ്പം പോലീസുമുണ്ട്. വാതിലൊക്കെ തകർത്തുകൊണ്ടാണ് അവരകത്ത് കയറി വന്നത്. പക്ഷെ ഉള്ളിൽ കയറി നോക്കിയപ്പോൾ അവിടെ റോബോട്ടില്ല. അതുകൊണ്ട് ട്രാഷ്മെൻ അവിടെ നിന്നും പോയി. എന്നാൽ പോകുന്നതിന് മുന്നേ സൈക്കോയുടെ പക്കൽ എനർജി ഏലിയൻസിന്റെ പുസ്തകം കണ്ടപ്പോൾ അവരതെടുത്ത് കയ്യിൽ വെച്ചു. ശേഷം എന്തായാലും റോബോട്ടിനെ കിട്ടിയില്ല, പകരം ഈ ചെറുക്കനെയെങ്കിലും കണ്ടെത്തിയല്ലോ എന്ന് കരുതി അവനെയും കൊണ്ട് പോലീസും അവിടെ നിന്നും പോയി. പക്ഷെ പോകുന്ന വഴിയിൽ ഒരു അപകടം പറ്റി പോലീസിന്റെ വണ്ടി മറിഞ്ഞു. ഭാഗ്യത്തിന് ജോണിനൊന്നും പറ്റിയില്ല. സ്വാഭാവികം. ഈ സമയം ആദ്യം ഒരു നെൽപ്പാടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ യാദർശികമായിട്ട് അതുവഴി കുറച്ച് ട്രാഷ്മെൻ വന്നു. അവർ ആദമിനെ പിടികൂടുകയും ആദമിന്റെ എനർജി കോർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഹെൻറിയും തോമസും കൂടെ ഗബ്രിയേലിന്റെ വീട്ടിലെത്തി. പുറത്താരോ വരുന്ന ശബ്ദം കേട്ടതും ചിലപ്പോൾ വീണ്ടും ട്രാഷ്മെൻ വരുന്നതായിരിക്കുമോ എന്ന് കരുതി സൈക്കോ നൈസായിട്ട് ജനാല വഴി ഇറങ്ങി ഓടി. അവരുള്ളിൽ കയറി നോക്കിയപ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കുന്ന ഗബ്രിയേൽ മാത്രമേയുള്ളൂ. ജോണിനെയും സൈക്കോയെയും ഒന്നും കാണുന്നില്ല.
സൈക്കോ നേരെ ജോണിന്റെ പക്കലേക്കാണ് പോയത്. ജോൺ തകർന്നു കിടക്കുന്ന ആദമിനെ നോക്കി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ സൈക്കോ വന്നത്. എനർജി കോർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആദമിനെ ജീവൻ വെപ്പിക്കാൻ കഴിയും. പക്ഷേ അതിന് നമ്മൾ ആദ്യം എനർജി കോർ കണ്ടെത്തണം. എനർജി കോർസിനെ ട്രാഷ്മൻ വലിയ ട്രക്കുകളിലാണ് ശേഖരിക്കുന്നത്. ആ ട്രക്കുകളെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് എന്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ജോണിനെയും കൊണ്ട് അയാൾ നടന്നു. കുറെ ദൂരം നടന്നപ്പോൾ അവരൊരു ട്രക്കിന് സമീപത്തെത്തി. പക്ഷെ അപ്പോഴേക്കും സൈക്കോ തളർന്നു വീണു. ഇയാളെ നോക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ലെന്ന് തോന്നിയ ജോൺ പെട്ടെന്ന് ചെന്ന് ട്രാഷ്മൻ കാണാതെ ട്രക്കിൽ കയറിയിരുന്നു. ഇവിടെ ജോൺ എവിടെയാണെന്ന് ഹെൻറി ഗബ്രിയേലിനോട് ചോദിച്ചു. അവൻ മിക്കവാറും സൈക്കോയുടെ കൂടെ കാണുമെന്ന് ഗബ്രിയേൽ പറഞ്ഞു. അങ്ങനെ ഗബ്രിയേലിനെയും കൂട്ടി അവർ വീണ്ടും ജോണിനെ തേടിയിറങ്ങി. പോകുന്ന വഴിയിൽ വെച്ച് സൈക്കോ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടു. അയാളെ വിളിച്ചുണർത്തി ജോൺ എവിടെയാണെന്ന് ഹെൻറി ചോദിച്ചു. പക്ഷെ ജോൺ എവിടെയാണെന്ന് സൈക്കോയ്ക്കും അറിയില്ലായിരുന്നു. ഈ സമയം ജോൺ കയറിയിരുന്ന ട്രക്ക് ട്രാഷ്മന്റെ താവളത്തിലെത്തിയിരുന്നു. മീനയും ആ താവളത്തിലുണ്ട്. ട്രാഷ്മൻ സൈക്കോയുടെ പക്കൽ നിന്നും എടുത്ത പുസ്തകത്തിനെ പരിശോധിച്ചു നോക്കി. അപ്പോൾ അതിൽ ജോൺ കാരണം ട്രാഷ്മൻ മുഴുവൻ നശിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. എത്രയും വേഗം തന്നെ ഈ ചെറുക്കനെ കണ്ടുപിടിച്ച് കൊന്നു കളയണമെന്ന് അവര് തീരുമാനിച്ചു. ആ സമയം ജോൺ താവളത്തിലൂടെ നീല എനർജി കോറും തപ്പി നടക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ അവനെ ചില ട്രാഷ്മൻ പിടികൂടി. അങ്ങനെ തേടിയ വെള്ളി അവരുടെ കാലിൽ ചുറ്റി. എന്നിട്ട് അവനെ ഒരു വലിയ തീക്കുഴിയിൽ കൊണ്ടിടാൻ ശ്രമിച്ചു. എന്നാൽ ഭാഗ്യത്തിന് കൃത്യസമയത്തിൽ മീന വന്ന് അവനെ രക്ഷിച്ചു. എന്നിട്ടൊരു ട്രക്കിൽ കയറി അവനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടോടി. യാത്രക്കിടയിൽ എന്തിനാണ് നീ എന്നെ രക്ഷിച്ചതെന്ന് ജോൺ അവളോട് ചോദിച്ചു. അപ്പോൾ ഇതുവരെ എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരേ ഒരാള് നീ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷിച്ചതെന്ന് മീന പറഞ്ഞു. എന്നിട്ട് അവള് ആദമിന് വേണ്ടി ഒരു നീല എനർജി കോറും അവന് കൊടുത്തു. അതുമാത്രമല്ല വേറെയും ഒരുപാട് എനർജി കോർസും എടുത്തു വെച്ചിട്ടുണ്ട്. പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്ന ഒരുപാട് റോബോട്ടുകളെ അത് വെച്ച് തിരിച്ച് ജീവൻ വെപ്പിക്കാനാകും. ഇവിടെ 4 പേരും കൂടെ ജോണിനെ തപ്പി റോഡിലൂടെ പോവുകയാണ്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാലോ എന്ന് ഹെൻറി തോമസിനോട് ചോദിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൻ തീർച്ചയായും ആദമിന്റെ പക്കൽ കാണുമെന്ന് സൈക്കോ പറഞ്ഞു. അതിന് നിന്റെ അടുത്ത് ആരുടെ അഭിപ്രായം ചോദിച്ചേ, നീ ഒന്ന് മിണ്ടായടാ സൈക്കോ എന്ന് ഹെൻറി പറഞ്ഞു. കാര്യം സൈക്കോ ഒരു സൈക്കോ ആണെങ്കിലും സൈക്കോയെ സൈക്കോ എന്ന് വിളിക്കുന്നത് സൈക്കോയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൈക്കോയെ സൈക്കോ എന്ന് വിളിക്കുന്നത് സൈക്കോ കേട്ടപ്പോൾ സൈക്കോയ്ക്ക് അത് കേട്ട് സഹിക്കാൻ പറ്റാതെ സൈക്കോ ശരിക്കും സൈക്കോയെ പോലെ കിടന്ന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സൈക്കോത്തനം കാണിച്ച് ദേഷ്യപ്പെട്ടു. എന്തായാലും സൂര്യന്റെ ഊർജ്ജ പ്രവാഹം വരാൻ ഇനി ആകെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ ജിഗാ സ്റ്റേഷനിൽ പോയി ഷീൽഡ് ഓൺ ആക്കണം. ഇതൊക്കെ നിനക്കറിയാമോടോ എന്ന് പറഞ്ഞ് സൈക്കോ കലി കൊണ്ട് തുള്ളി. നീ ഒന്ന് അടങ്ങടാ എന്ന് ഗബ്രിയേൽ പറഞ്ഞപ്പോഴാണ് സൈക്കോ അടങ്ങിയത്. ഇവിടെ ജോണും മീനയും കൂടെ ആദമിന്റെ പക്കൽ എത്തിയിരുന്നു. അവൻ ബ്ലൂ എനർജി കോർ എടുത്ത് ആദമിനെ ഘടിപ്പിച്ചു. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ആദമിന്റെ ജീവൻ തിരിച്ചു വന്നു. എന്നിട്ട് ആദവും മീനയും ജോണും കൂടെ നേരെ ജിഗാ സ്റ്റേഷനിലേക്ക് പോയി. ഭൂമിക്ക് ചുറ്റുമുള്ള ഷീൽഡ് പ്രവർത്തിപ്പിക്കുന്ന ഒരു കെട്ടിടമാണ് ജിഗാ സ്റ്റേഷൻ. ജിഗാ സ്റ്റേഷന് ചുറ്റും നിറയെ റോബോട്ട്സ് ജീവനില്ലാതെ കിടപ്പുണ്ട്. ഇങ്ങനെ നശിച്ചു കിടക്കുന്ന റോബോട്ട്സ് എല്ലാം ശരിക്കും ഷീൽഡ് ഓണാക്കാൻ വേണ്ടി ജിഗാ സ്റ്റേഷനിൽ വന്ന റോബോട്ട്സ് ആണ്. പക്ഷേ ഷീൽഡ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ട്രാഷ്മൻ വന്ന് അവയെ പിടികൂടുകയും അവയുടെ എനർജി കോർസ് ഇളക്കിയെടുത്ത് അവയെ കൊന്നുകളയുകയും ചെയ്തു. ഇപ്പോ ഇവിടെ നമ്മൾ എത്തിയതും ട്രാഷ്മൻ അറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എത്രയും വേഗം ബാക്കി റോബോട്ടുകൾക്കും കൂടെ എനർജി കോറുകൾ ഘടിപ്പിച്ച് അവയെല്ലാത്തിനെയും ജീവൻ വെപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രാഷ്മനെ എതിർത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷീൽഡ് ഓൺ ചെയ്താലും ട്രാഷ്മൻ വന്ന് അത് ഓഫ് ആക്കുമെന്ന് മീന പറഞ്ഞു. അങ്ങനെ അവർ വേഗം കഴിയുന്ന എത്ര റോബോട്ട്സിനെയും ജീവൻ വെപ്പിച്ചു. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരുപാട് ട്രാഷ്മൻ ജിഗാ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ സമയം സൈക്കോയും കൂട്ടരും കാറിൽ വളരെ വേഗം വരികയായിരുന്നു. അപ്പോഴാണ് കുറെ ട്രക്കുകൾ അതിവേഗത്തിൽ അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കണ്ടത്. ട്രക്കുകളെ കണ്ടപ്പോൾ അതൊക്കെ ട്രാഷ്മൻ ആണെന്നും അവര് ജിഗാ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നും സൈക്കോയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ജോണും മാധവും അവിടെ എത്തിയിട്ടുണ്ടാകുമെന്നും സൈക്കോ ഊഹിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ജോണിനെ കാണണമെങ്കിൽ ഈ ട്രക്കുകളെ ഫോളോ ചെയ്യാൻ സൈക്കോ പറഞ്ഞു. അങ്ങനെ അവർ ട്രക്കുകളെ ഫോളോ ചെയ്തു. അവസാനം ജിഗാ സ്റ്റേഷനിൽ എത്താറായതും റോബോട്ട്സ് എല്ലാം ട്രക്കുകളെ ആക്രമിക്കാൻ തുടങ്ങി. സ്റ്റേഷന് ചുറ്റും റോബോട്ട്സ് കാവൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ റോബോട്ടുകൾ എല്ലാ ട്രക്കുകളെയും തകർത്തു കളഞ്ഞു. ഒടുവിൽ സൈക്കോയും കൂട്ടരും ജിഗാ സ്റ്റേഷനിലെത്തി. ജോണിനെ കണ്ടപ്പോഴാണ് ഹെൻറിക്കും തോമസിനും സമാധാനമായത്. നീ ഇവിടെ എന്തെടുക്കാടാ എന്ന് ഹെൻറി ചോദിച്ചു. ഞാനിവിടെ ബേസിക്കലി ലോകത്തിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജോൺ പറഞ്ഞപ്പോൾ ഒരു ക്യാമറ സൂക്ഷിക്കാൻ അറിയാത്തവൻ ലോകത്തിനെ രക്ഷിക്കാൻ വന്നിരിക്കണ് എന്നും പറഞ്ഞ് തോമസ് ജോണിനെ കളിയാക്കി. ശേഷം അവൻ എല്ലാ കാര്യങ്ങളും ഹെൻറിക്കും തോമസിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ഇങ്ങനെ നിന്നാൽ പോരാ, ഇനിയും ഇവിടെ ഒരുപാട് ട്രാഷ്മൻ വരും. അതുകൊണ്ട് എത്രയും വേഗം ബാക്കിയുള്ള റോബോട്ട്സിനെയും കൂടെ ജീവൻ വെപ്പിക്കണമെന്ന് മീന പറഞ്ഞു. ഉടനെ എല്ലാവരും കൂടെ എനർജി കോർസ് എടുത്ത് ഡെഡായി കിടക്കുന്ന റോബോട്ടുകളിൽ ഘടിപ്പിക്കാൻ തുടങ്ങി. ജോണും മാധവും കൂടെ ഷീൽഡ് ഓൺ ചെയ്യാൻ പോയി. ജിഗാ സ്റ്റേഷനിൽ വൈദ്യുതി ഇല്ലാതെ കിടക്കുകയായിരുന്നു. ആദം ചെന്ന് തന്റെ ശക്തികൾ ഉപയോഗിച്ച് സ്റ്റേഷന് വൈദ്യുതി നൽകി. പക്ഷെ ആ പ്രോസസ്സിൽ ആദം മുഴുവൻ ഉരുകിപ്പോയി. എന്നാലും ജിഗാ സ്റ്റേഷന് വൈദ്യുതി ലഭിച്ചു. അപ്പോഴേക്കും സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. ഇനിയും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സൂര്യന്റെ ഊർജ്ജ പ്രവാഹം ഭൂമിയിൽ വന്ന് പതിക്കും. അതിനു മുന്നേ ഷീൽഡ് ഓൺ ആക്കണം. അതുകൊണ്ട് ജോൺ വേഗം ഓടിച്ചെന്ന് ഷീൽഡ് ഓൺ ചെയ്തു. പക്ഷേ സ്റ്റേഷന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ടവറിന്റെ വയർ ഇളകിപ്പോയി.
വയർ ഡിസ്കണക്ട് ആയി പോയി. ജോൺ ഓടി മുകളിൽ കയറി. പക്ഷേ മുകളിലെത്തിയപ്പോൾ ഡിസ്കണക്ട് ആയ വയർ അവൻ എത്താൻ കഴിയാത്ത ദൂരത്തിലാണ് കിടക്കുന്നത്. ഒരു വലിയ ചാട്ടം ചാടിയാൽ അവൻ അതിനെ പിടിക്കാൻ കഴിയും. പക്ഷെ അവനിപ്പോൾ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത്. അവനാണെങ്കിൽ ഉയരം ഒടുക്കത്തെ പേടിയുമാണ്. പക്ഷേ സമയം കളയാനില്ലാത്തത് കൊണ്ട് അവൻ സകല ധൈര്യവും കൈവരിച്ച് നേരെ എടുത്തങ്ങ് ചാടി. എന്നിട്ട് ആ വയറിൽ തൂങ്ങിപ്പിടിച്ച് ഡിസ്കണക്ട് ആയ വയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഷീൽഡ് ഓൺ ആയി. അങ്ങനെ അവൻ സൂര്യന്റെ ഊർജ്ജത്തിൽ നിന്നും ലോകത്തിനെ രക്ഷപ്പെടുത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യം കണ്ട നദിയുടെ മുന്നിൽ ജോൺ നിൽക്കുകയായിരുന്നു. ഇപ്പോഴവന് ഉയരത്തിനോടുള്ള പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവൻ ധൈര്യത്തോടെ നദിയിലേക്ക് ചാടുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.